ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ഡോക്ടർ ട്രേഡർ. ഇൻട്രാഡേ ട്രേഡ് അനലൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളത്തേക്ക് വേണ്ട പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻ്റ് ഏതൊക്കെയാണ് എന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റിയിൽ നിന്ന് നല്ലൊരു ഫാളാണ് വന്നിരിക്കുന്നത്. പിന്നീട് 17,973 നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ട് ഒരു ചെറിയ റിവേഴ്സൽ വന്നതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇനി നാളത്തേക്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റി ഒരു റെസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്ത ഏകദേശം ഈ ഒരു റേഞ്ചിൻ്റെ അടുത്ത് ഈ ഒരു സോണ് തന്നെയാണ് നാളത്തേക്ക് വേണ്ട നല്ലൊരു റെസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. മാർക്കറ്റ് ക്ലോസ് ചെയ്ത് ഈ ഒരു റേഞ്ചിലാണ്. അതുകൊണ്ട് തന്നെ ഒരു റെസിസ്റ്റൻ്റ് ആക്ട് ചെയ്യുന്ന ലെവൽ 1851, 1865 എന്ന ഈ ഒരു സോണാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാളെ മാർക്കറ്റിൽ ചെറിയൊരു ഫ്ലാറ്റിഷ് ഓപ്പണിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ ഈ 1865 ബ്രേക്കൗട്ട് നടക്കുന്ന സമയത്ത് കോൾ ഓപ്ഷനിലേക്ക് പോകാം. എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് ഈ ഒരു സോണാണ്. 18,103, 116 എന്നീ രണ്ട് സോണിലേക്കാണ് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. മാർക്കറ്റ് നാളെ ഹ്യൂജ് ആയിട്ടുള്ള ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ ഏകദേശം 18,116 എബോവ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്കൗട്ട് നടക്കുന്നുണ്ടോ എന്ന് നോക്കുക. 18,103 ബ്രേക്കൗട്ട് നടക്കുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ 103 ബിലോ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി പോകാവുന്നതാണ്. എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ടാർഗറ്റ് ഈ ഒരു ലെവലിലേക്കും സെക്കൻഡ് ടാർഗറ്റായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു ലോ പോയിൻറ്റിലേക്കുമാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ലോ പോയിൻ്റ് വരുന്നത് 17,973, 951 എന്ന ഈ ഒരു സോണ്. ഈ ഒരു സോണിൽ വെച്ചിട്ട് ചിലപ്പോൾ റിവേഴ്സ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. SL ട്രയൽ ചെയ്ത് മാത്രമേ ഈ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കാൻ വേണ്ടി പാടുകയുള്ളൂ. കാരണം നാളെ ഫ്രൈഡേ കൂടിയാണ്. സെല്ലേഴ്സിൻ്റെ പ്രഷർ വളരെ കൂടുതലായിരിക്കും. പ്രീമിയത്തിന് മൂവ്മെൻറ്റും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് സേഫായിട്ട് മാത്രം ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രം എടുത്തുകൊണ്ട് മാത്രം ഓപ്ഷനിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നാളെ മാർക്കറ്റ് നല്ലൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ ഏകദേശം 17,951 ബിലോ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ കോൾ ഓപ്ഷനിലേക്ക് പോകേണ്ട എൻട്രി വരുന്നത് 973 ഈ ഒരു ലെവൽ ബ്രേക്കൗട്ട് നടന്നതിന് ശേഷമാണ്. എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് ഈ ഒരു ലെവലിലേക്കാണ്. 18,51, 18,65 എന്ന സോണിലേക്കാണ് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ബിലോ നാളെ ഫൈനലായിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ വരുന്നത് 17,910, 901 ലെവലാണ്. അതിൻ്റെ ബിലോ ആണ് മാർക്കറ്റ് മൂവ്മെൻറ്റ് പോകുന്നതെങ്കിൽ ട്രേഡൊന്നും നല്ലൊരു ടാർഗറ്റ് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ചിലപ്പോൾ സൈഡ് വൈസാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആ ഒരു ലെവൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഒന്നും നാളെ നോക്കുന്നില്ല. ഫൈനലായിട്ട് ബിലോ ഒരു സപ്പോർട്ട് വരുന്നത് 17,901 ലെവലാണ്. ഇത്രയും ലെവലാണ് നാളത്തേക്ക് വേണ്ടി പറയാനുള്ളത്. ഇനി നാളെ മാർക്കറ്റിൽ ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ 18,103 ബിലോ ആണ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കിട്ടുന്നതെങ്കിൽ 103 എബോവ് ബ്രേക്കൗട്ട് നടക്കുന്ന സമയത്ത് കോൾ ഓപ്ഷനിലേക്ക് പോകാവുന്നതാണ്. എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് 18,168, 176 ലെവലാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് ക്ലിയർ ആയിട്ടുള്ള ഒരു സൈഡ് വൈസ് മൂവ്മെൻ്റ് ആണ്. പക്ഷേ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു റിവേഴ്സൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയൊക്കെ നല്ല രീതിയിൽ തന്നെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി കഴിയാമായിരുന്നു ഇന്ന്. എന്നിരുന്നാലും ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്ത ലെവൽ 41,630 റെസിസ്റ്റൻറ്റിലാണ്. നല്ലൊരു റെസിസ്റ്റൻറ്റ് പോയിൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നാളെ ഒരു ഫ്ലാറ്റിഷ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് കിട്ടുന്നത് എങ്കിൽ 41,671 ബ്രേക്കൗട്ട് നടക്കുന്ന സമയത്ത് കോൾ ഓപ്ഷനിലേക്ക് പോകാവുന്നതാണ്. എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് 41,919, 948 ഹ്യൂജ് ആയിട്ടുള്ള ടാർഗറ്റാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. SL ട്രയൽ ചെയ്ത് മാത്രം പോകാവുന്നതാണ്. 240 പോയിൻ്റാണ് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് സേഫായിട്ട് മാത്രം ഈ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഈ ഒരു സ്ട്രാറ്റജി കിട്ടിക്കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ വേണ്ടി പാടുകയുള്ളൂ. ഓക്കെ, ഇനി ബാങ്ക് നിഫ്റ്റി നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് കിട്ടുന്നത്. ഏകദേശം 41,671 എബോവ് ആണ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കിട്ടുന്നത് എങ്കിൽ പുട്ട് ഓപ്ഷനിലേക്ക് പോകേണ്ട എൻട്രി വരുന്നത് 41,630 ലെവൽ ബ്രേക്കൗട്ട് നടന്നതിന് ശേഷമാണ്. ഫസ്റ്റ് ടാർഗറ്റ് 41,479, സെക്കൻഡ് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു സോണാണ്. 41,343, 41,302 ലെവലാണ് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നാളെ നല്ലൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ ഏകദേശം 41,343 എബോവ് ആണ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് കിട്ടുന്നതെങ്കിൽ പുട്ട് ഓപ്ഷനിലേക്ക് പോകേണ്ട ലെവൽ 41,302 ബ്രേക്കൗട്ട് നടക്കുമ്പോഴാണ്
ഇവിടെ ഒരുപാട് സപ്പോർട്ട് ഏരിയ വരുന്നുണ്ട്. 41,302 ബ്രേക്കൗട്ട് നടക്കുന്ന സമയത്ത് പുട്ട് ഓപ്ഷനിലേക്ക് പോകാം. ഒരു ചെറിയൊരു സപ്പോർട്ട് ഏരിയ വരുന്നത് 41,245 അതുപോലെ 206 എന്ന സോണാണ്. ആ ഒരു ലെവലിൽ നിന്ന് റിവേഴ്സിൽ വരികയാണെങ്കിൽ ട്രേഡ് ക്ലോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചിലപ്പോൾ നല്ല രീതിയിൽ തന്നെ മൂവ്മെൻറ്റ് നടന്നേക്കാം. ഇനി അതല്ല, മാർക്കറ്റ് ആ ഒരു ലെവലും കൂടി ബ്രേക്കൗട്ട് നടക്കുന്നുണ്ട്, കിക്കായിട്ടുള്ള ബ്രേക്കൗട്ടാണ് നടക്കുന്നതെങ്കിൽ ഹോൾഡ് ചെയ്യാവുന്നതാണ്. എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫൈനൽ ടാർഗറ്റ് 41,108 41,69 ലെവലാണ്. ഇത്രയും ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് നാളെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ. ഇനി സ്റ്റോക്കിലേക്ക് പോകുന്ന സമയത്ത് നാളെ ഇൻട്രാഡേ സ്റ്റോക്ക് പറയാനുള്ളത് മുത്തൂറ്റ് ഫിനാൻസ് ആണ്. മുത്തൂറ്റ് ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു സപ്പോർട്ട് ആയി ആക്ട് ചെയ്ത ലെവൽ 1098-95 ലെവൽ, ഈ ഒരു സോണാണ്. ആ ഒരു സോൺ നാളെ ബ്രേക്കൗട്ട് നടക്കാൻ വേണ്ടി കഴിയുന്നുണ്ടെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് 1082 ആണ്. അതുപോലെ ഈ ഒരു ലെവലിൽ വെച്ച് വീണ്ടും സപ്പോർട്ട് വരികയാണെങ്കിൽ റിവേഴ്സൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കൺഫേം ചെയ്താൽ എൻട്രിയിലേക്ക് പോകാം. എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് 1116 ആണ്. അതിൻ്റെ എബോവ് ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുക. അത് പിന്നീട് ഈ ഒരു ലെവലിലേക്ക് വരാം. ഈ ഒരു ലെവലും കൂടി ബ്രേക്കൗട്ട് നടക്കുകയാണെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫൈനൽ ടാർഗറ്റ് ഈ ഒരു ലെവലാണ് 1130 ലെവൽ. അത് നാളെ മൂവ്മെൻറ്റ് നടത്തുമോ എന്ന ചെറിയൊരു ഡൗട്ടാണ്. എന്നിരുന്നാലും കിട്ടുകയാണെങ്കിൽ ഈ ഒരു എൻട്രി പോയിൻറ്റിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ SL ട്രയൽ ചെയ്ത് ഫൈനൽ ടാർഗറ്റ് വരെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഹ്യൂജ് ആയിട്ടുള്ള വലിയൊരു ടാർഗറ്റാണ്. അതുകൊണ്ട് ട്രയൽ ചെയ്ത് മാത്രമേ പോകാൻ വേണ്ടി പാടുകയുള്ളൂ. സേഫായിട്ട് ട്രേഡ് ചെയ്യുന്നവർ ഈ ഒരു ലെവൽ വെച്ച് തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇനി അടുത്തതൊരു ഇൻട്രാഡേ സ്റ്റോക്ക് പറയാനുള്ളത് റിലയൻസ് ആണ്. റിലയൻസ് ഇന്ന് ചെറിയൊരു സൈഡ് വൈസ് മൂവ്മെൻ്റ് ആണ് നടത്തിയിരിക്കുന്നത്. റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം 3 ലെവലുകൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. 2565, 561, 558 ലെവൽ. ഈ ഒരു ലെവൽ വെച്ച് മാർക്കറ്റ് വീണ്ടും വരികയാണെങ്കിൽ ഈ ഏതെങ്കിലും ഒരു സോണിൽ വെച്ച് റിവേഴ്സ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ആ റിവേഴ്സൽ പോയിന്റിൽ നിന്ന് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി എടുക്കാവുന്നതാണ്. എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് 2588. ഇനി അതല്ല, ആ ഒരു ലെവൽ ബ്രേക്കൗട്ടാണ് നാളെ നടക്കുന്നത്, നാളെ നല്ലൊരു ഫാളിംഗ് ആണ് റിലയൻസ് തരുന്നതെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് 2534 ടാർഗറ്റായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. SL ട്രയൽ ചെയ്ത് മാത്രമേ ഈ ഒരു പോയിന്റിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി പാടുകയുള്ളൂ. പ്രത്യേകിച്ച് ഫ്രൈഡേ ആയതുകൊണ്ടാണ് ഈ ഒരു ടാർഗറ്റ് കിട്ടുമോ എന്നതിൽ ചെറിയൊരു പേടിയുണ്ട്. എന്നിരുന്നാലും SL ട്രയൽ ചെയ്ത് ഈ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകാം. ഇനി അടുത്തത് ഇന്ത്യ ബാങ്ക് ആണ്. ഇന്ത്യ ബാങ്ക് ഒരു സ്വിംഗ് സജഷൻ ആയിട്ടാണ് പറയാനുള്ളത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഒരുപാട് സ്വിംഗ് സജഷനൊക്കെ പറഞ്ഞിരുന്നു, പക്ഷേ അതൊന്നും നല്ല രീതിയിൽ എൻട്രി പോയിൻ്റ് ഒന്നും കിട്ടിയിരുന്നില്ല. സ്റ്റില്ലായിട്ട് അത് ഒരു എൻട്രി പോയിൻ്റ് വരെ പോയിൻ്റ് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് ഇന്ത്യ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു സപ്പോർട്ട് ഏരിയയിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സോണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സോണ് നല്ല രീതിയിൽ തന്നെ സപ്പോർട്ടായി ആക്ട് ചെയ്യുന്നതായി കാണാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തിരിയും. 1 ഡേ ക്യാൻഡിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക. ആ സമയത്ത് ഈ 1122, 1118 ആ ഒരു സോണ്, നമുക്ക് ഈ ഒരു സോണ് കൂടി ഒന്ന് ഉൾപ്പെടുത്താം. 1130 ഈ ഒരു ലെവലൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ടായി ആക്ട് ചെയ്ത ലെവലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവൽ വെച്ച് തന്നെയാണ് മാർക്കറ്റ് വീണ്ടും വൺ ടൈം ആയിട്ട് നല്ലൊരു സപ്പോർട്ട് എടുത്തു, ചെറിയൊരു റിവേഴ്സൽ വന്നു, വീണ്ടും ഒരു സപ്പോർട്ട് എടുത്തു, പിന്നീട് വീണ്ടും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് സ്റ്റിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും റിവേഴ്സൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. മാർക്കറ്റ് നല്ലൊരു മൂവ്മെൻറ്റ് നടത്താം എന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. SL ട്രയൽ ചെയ്ത് SL വരുന്നത് ഏകദേശം ഈ ഒരു ലോ പോയിൻ്റ് ആണ്. ഈ ഒരു ലോ പോയിൻ്റ് ബിലോ ആണ്. സിംഗ് ട്രേഡ് ആണ്. അതുകൊണ്ട് ഈ ഒരു ലോ പോയിൻ്റ് ബിലോ ആണ് SL ആയിട്ട് വരുന്നത്. 1080 ആ ഒരു റേഞ്ച്, 80 ആ റേഞ്ചിൻ്റെ ജസ്റ്റ് ഒന്ന് കൂട്ടിക്കോ, തൊട്ടടുത്തായിട്ട് തന്നെ വെക്കേണ്ട. ഏകദേശം 1080 ആ ഒരു റേഞ്ചാണ് SL ആയിട്ട് വരുന്നത്. എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് വരുന്നത് 1232, 1240 എന്ന സോണിലേക്കാണ് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സേഫായിട്ട് നിങ്ങളുടെ പ്ലാനും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഈ ഒരു ചാർട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തു എന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടേതായ വ്യൂയും കൂടി ഉൾപ്പെടുത്തിയിട്ട് മാത്രമേ ഈ ഒരു എൻട്രി പോയിന്റിലേക്ക് പോകാൻ വേണ്ടി പാടുകയുള്ളൂ. ഓക്കെ, ഇത്രയുമാണ് പറയാനുള്ളത്. സേഫായിട്ട് ട്രേഡ് ചെയ്യുക. താങ്ക് യു.